ഹായ് ഓൾ, വെൽക്കം ടു ദ ഈസി കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വൈറ്റ് സോസ് സ്പെഗറ്റിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിനുവേണ്ട ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം വരുന്ന ഒരു ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് സ്പെഗറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി സ്പെഗറ്റി വേവിക്കാനായിട്ട് ഞാൻ ഈ പോട്ടിൻ്റെ ഹാഫ് പോട്ട് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്പെഗറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു 8 to 10 മിനിറ്റ്സ് മാത്രമേ ഇത് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കാം. ഇനി ഇത് സ്റ്റിക്കി ആവാതിരിക്കാനായിട്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 50 മിനിറ്റ്സിന് ശേഷം ഞാനതൊരു വേറൊരു പോട്ടിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒപ്പം വൈറ്റ് സോസും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനൊരു പോട്ടിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു ഹാഫ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് പോർഷൻ ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ സ്റ്റോക്ക് ആണ്. എല്ലാം നന്നായി വഴറ്റി വന്ന ശേഷം നമുക്കിനി ഇതിലേക്ക് 2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് കോൺഫ്ലവർ മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രീമി ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സ്പെഗറ്റി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി വൈറ്റ് സോസ് സ്പെഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത ശേഷം ചിക്കൻ കൂടെ വെച്ച് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ സെൻറ്റർ കട്ട് ചെയ്ത് 2 പീസ് ആക്കിയ ശേഷം അതിലേക്ക് ചീസ് വെച്ച് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ മേളിലായിട്ട് ചീസ് വെച്ച് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അതിൻ്റെ മേളിലായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും പെപ്പർ പൗഡർ കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.